സമരം തുടരുന്ന ആശാ വർക്കർമാരെ തള്ളി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും ചിലർ ഇവരെ കുത്തിയിളക്കി വിടുകയാണെന്നും മന്ത്രി പറയുന്നു. ആശാ വർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നാണ് പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്. ധനമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു. ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല, രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും LDF-നും ഉള്ളതിൻ്റെ അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് കരുതുന്നത്. ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കേന്ദ്രം പരിഗണിക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. സമരം നടത്തുന്ന ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്ന പരിഹസിക്കുന്ന സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഗവൺമെന്റിനോ ഇല്ല. ഏത് ജനവിഭാഗങ്ങൾ നടത്തുന്ന സമരവും ഒത്തുതീർപ്പാക്കുന്നതിന് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് LDF സ്വീകരിക്കുക, പ്രത്യേകിച്ച് CPI സ്വീകരിക്കുക. ആ രൂപത്തിൽ പരമാവധി ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ അനുഭാവപൂർവമായ നിലപാടാണ് ആരോഗ്യ വകുപ്പിനുള്ളതെന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ധനമന്ത്രിയുടെ നിലപാട് വ്യത്യസ്തമാണല്ലോ. സമരക്കാരെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി. മാത്രമല്ല, ഇത് സമരം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൂടി മുദ്രകുത്തുന്നു. ഉറപ്പായും പ്രധാനപ്പെട്ടതാണ്. ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ധനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ സമരക്കാരെ അറിയിച്ചിരുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിൽ ധനമന്ത്രിയോടൊന്ന് പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമങ്ങളോട് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആശമാരെ ചിലർ കുത്തിയിളക്കി വിടുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചത്. അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ആശാ വർക്കേഴ്സ് പിന്നെ പ്രതികരിക്കുകയും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ AK ബാലൻ്റെയും വീണ ജോർജിൻ്റെയും പ്രതികരണം കൂടുതൽ അനുനയത്തിൻ്റെ സ്വരത്തോടെയുള്ളതായിരുന്നു. സമരം ചെയ്യുന്നവർക്കെതിരെയല്ല സർക്കാർ എന്നാണ് AK ബാലൻ പറഞ്ഞത്. അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അനുകൂലമായ അനുഭാവപൂർവമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും AK ബാലൻ മുതിർന്ന CPM നേതാവ് പറയുന്നു. ആരോഗ്യമന്ത്രിയാകട്ടെ ഇവരുമായി ചർച്ചകൾ തുടരുമെന്നും ധനമന്ത്രിയുമായുള്ള സംഭാഷണങ്ങൾ തുടരുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ധനവകുപ്പിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടത്. കാരണം ഓണറേറിയം 7000-ൽ നിന്ന് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യത ധനവകുപ്പിലേക്കാണ് വരിക. ഇത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അപ്പോഴും ധനമന്ത്രിയുടെ പ്രതികരണം പ്രകോപനപരമാണ് എന്ന് ആശാ വർക്കർമാർ പ്രതികരിക്കുകയും ചെയ്യുന്നു. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.